Once again, welcome back to KC's Classes. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവസാനമായിട്ടുണ്ടായിരുന്നത് SD സ്റ്റുഡൻസിൻ്റെ അഡീഷണൽ പേപ്പർ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആയിരുന്നു. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എക്സാം റിലേറ്റഡ് ലൈവും കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. essay പാർട്ട് റിപ്പീറ്റ് അല്ലാത്ത 2 ചോദ്യം വന്നു മാത്രം. ബട്ട് അത് നമുക്ക് 5 മാർക്കിൻ്റെയിലൊക്കെ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA MCom MBA അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷണൽ കോഴ്സസിൻ്റെ ക്ലാസ്സസ്, ദെൻ കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോച്ചിങ്ങുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് നേടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. 6th സെമസ്റ്റർ UG ഡിഗ്രി എക്സാമിനേഷൻ April 2026 റിസർച്ച് മെത്തഡോളജി 60 മാർക്കിൻ്റെ എക്സാം 2 മണിക്കൂർ. സോ പാർട്ട് എയിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം വരുന്നത് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് സെക്കൻഡറി ഡാറ്റ എന്താണ്, ഈസി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഫുഡ് നോട്ട് അല്ല, മൊഡ്യൂൾ നമ്പർ 5 റിപ്പീറ്റ് പ്രതീക്ഷിച്ചത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്താണ്, MCQ ഡിക്കോട്ടമസോ MCQ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഈസി അല്ലേ. സാമ്പിളിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചു. കൺവീനിയൻസ് ആണ് വന്നത്. ബിഹേവിയർ മാപ്പിംഗ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. റെഫറൻസസ് മൊഡ്യൂൾ നമ്പർ 5. കേസ് സ്റ്റഡി റിസർച്ച് എന്താണ്, ഈസി ക്വസ്റ്റ്യൻ. റിലയബിലിറ്റി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സാമ്പിളിംഗ് എറർ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ടെലിഫോണിക് ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പെക്ട് ചെയ്താണ്. പോപ്പുലേഷൻ എന്താണ് എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ദെൻ പ്രൈമറി ഡാറ്റ എന്താണ് അതും പറഞ്ഞാണ്. അപ്പോൾ പാർട്ട് എ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയായിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ അവിടെ SAക്ക് പ്രതീക്ഷിച്ച ചോദ്യം 5 മാർക്കിനാണ് വന്നത്. ആദ്യത്തെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലേ, നമ്മളത് SAക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആൻഡ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അതും പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് 5 മാർക്കിനിൽ വന്നു. ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട് SAക്ക് പ്രതീക്ഷിച്ചാണ്, അത് 5 മാർക്കിന് വന്നു. രണ്ടും ഞാൻ SAക്ക് പ്രതീക്ഷിച്ചത് 5 മാർക്കിനാണ് ഇട്ട്. Then sources of secondary data, easy question. Then methods of qualitative research. Then next വന്നിട്ടുള്ളത് what are the steps involved in the selection of a sample. റിപ്പീറ്റ് അല്ല എന്നാലും കുഴപ്പമില്ല. Then how does research contribute to the success and growth of a business. ബേസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ മെജോറിറ്റി ഒരു ഇപ്പോൾ എന്താണ് 2 ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി സി പാർട്ടിലോട്ട് പോകുമ്പോൾ 5 മാർക്കിൻ്റെ വരാറുള്ള ചോദ്യങ്ങളാണ് SAക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്പർ 1 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് essay ടോപ്പിക്കാണ്, ബട്ട് കുറേ നാളായിട്ട് വരാറില്ല. പിന്നെ വാട്ട് യു മീൻ ബൈ സ്കെയിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഇൻ റിസർച്ച് അതും യൂഷ്വലി 5 മാർക്കിന് അവർ ഇടാറുണ്ട് SAക്ക് കിട്ടും. അപ്പോൾ essay മാത്രമാണ് അവരൊന്ന് മാറ്റി പിടിച്ചിട്ടുള്ളത്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടില്ല. എന്നാലും കംഫർട്ടബിൾ ആയുള്ളൊരു പേപ്പർ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അഡീഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാല്യുവേഷൻ കുറച്ചും കൂടി ലിബറലായിട്ട് വരാൻ സാധ്യത, അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. റിസൾട്ട് നമുക്കൊരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ 1.5 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. സോ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അത് മാത്രമല്ല കുറേ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞാൽ കൊമേഴ്സുകാർക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ മേഖലയിലിട്ട് തിരിയാൻ സാധിക്കും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഇത്ര നാൾ ഒരുപാട് കുട്ടികൾക്ക് വീഡിയോയിലൂടെ നിങ്ങളുടെ ഡിഗ്രിക്ക് വേണ്ടിയുള്ള പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസിനൊക്കെ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.